മിന്നുന്ന വിജയമാണ് രാജസ്ഥാനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് നേതാക്കളുടെ തമ്മിൽ തല്ലാണ്. സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ആ ഏറ്റുമുട്ടൽ ബിജെപി നന്നായി വിനിയോഗം ചെയ്യുകയും ബിജെപി ഭജൻലാൽ ശർമ്മയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രാജസ്ഥാനിൽ രൂപീകരിക്കുകയും ചെയ്തു. ഭജൻലാൽ ശർമ്മയാണ് ഇപ്പോൾ രാജസ്ഥാനിൽ ബിജെപിയുടെ മുഖ്യമന്ത്രി. എന്തായാലും നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വലിയ കാലമായില്ല. അതിനു മുമ്പ് തന്നെ ബിജെപി സർക്കാർ അവിടെ വീഴുന്നു. ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് നേടിയ മിന്നുന്ന വിജയം ബിജെപിയെ 2 തട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത്. സച്ചിൻ പൈലറ്റായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്. യുവാവായ സച്ചിൻ പൈലറ്റിനെ കോൺഗ്രസുകാർ അംഗീകരിച്ചിരിക്കുന്നു. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള വൈരം അല്ലെങ്കിൽ പക ഒക്കെ ഇപ്പോൾ പോയിരിക്കുന്നു. അതിലുപരി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജസ്ഥാനിൽ നിന്നും വന്നിരിക്കുന്ന ഒരു വാർത്ത, ബിജെപി സർക്കാർ അവിടെ ഏത് ദിവസവും താഴെ വീഴും എന്ന മട്ടിലുള്ള വാർത്തയാണ്. വസുന്ധര രാജ സിന്ധ്യയാണ് ബിജെപി സർക്കാരിനെതിരെ ബിജെപിയിൽ നിന്ന് പടപ്പുറപ്പാട് നടത്തിയിരിക്കുന്നത്. 71-കാരിയായ വസുന്ധര രാജ സിന്ധ്യ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയാകാൻ. മുഖ്യമന്ത്രി പോയിട്ട് ഒരു മന്ത്രി പദവും അവർക്ക് നൽകിയില്ല. അവർ ആകെ മൊത്തം തകർന്ന് തരിപ്പണമായി ബിജെപിയിൽ. അവരെ അനുകൂലിക്കുന്ന ഒരുപാട് എംഎൽഎമാർ രാജസ്ഥാനിലുണ്ട്. ആ എംഎൽഎമാരുമായി അവർ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് രാജസ്ഥാനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത. ഉടൻ തന്നെ അങ്ങനെ ഒരു അട്ടിമറി രാജസ്ഥാനിൽ സംഭവിക്കും. വസുന്ധര രാജയുടെ കീഴിൽ 40ഓളം ബിജെപി എംഎൽഎമാരുണ്ട് രാജസ്ഥാനിൽ. വസുന്ധര രാജ ഒന്ന് വിരളിഞ്ഞൊടിച്ചാൽ അവിടെ തീരും ഭജൻലാൽ ശർമ്മയുടെ സർക്കാർ. മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ മളക്കൂറുള്ള മണ്ണല്ല രാജസ്ഥാൻ. വസുന്ധര രാജയും ഒക്കെ രാഷ്ട്രീയ കളികൾ കളിക്കുന്ന രാജസ്ഥാനിൽ മോദിക്ക് ഒരു വോയിസുമില്ല. ആംഗമത്തം മോദിക്കുള്ള ഒരു വോയിസ് ഈ ഭജൻലാൽ ശർമ്മ എന്ന മുഖ്യമന്ത്രിയാണ്. അയാളെ മുഖ്യമന്ത്രിയാക്കിയത് വസുന്ധര രാജ സിന്ധ്യ ടീമിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അവരുടെ കീഴിലുള്ള എംഎൽഎമാരെയും കൊണ്ട് മറുകണ്ഠം ചാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് വസുന്ധര രാജ സിന്ധ്യ. അവരെ തടുക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ബിജെപിക്ക് കഴിയത്തുമില്ല. കാരണം നരേന്ദ്രമോദിയെക്കാളും സീനിയറായുള്ള നേതാവാണ് വസുന്ധര. രാജകുടുംബ അംഗമാണ് അവർ. അവർക്ക് അവിടെ ഒരുപാട് സ്വാധീനമുണ്ട്. എന്തായാലും അവർക്കൊപ്പം കുറഞ്ഞത് 40 എംഎൽഎമാരെങ്കിലും മറുകണ്ഠം ചാടും. കേവല ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ മാത്രം ഭരിക്കുന്ന ബിജെപി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടി തന്നെയാണ്. ചുരുക്കത്തിൽ രാജസ്ഥാനിൽ ബിജെപി സർക്കാർ വീഴുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സംഭവിക്കുകയും ചെയ്യും.